വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു പ്ലേ ആണ് എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം, വിച്ച് ഇസ് റിട്ടൺ ബിറ്റ്വീൻ 1595 ആൻഡ് 1596. സെറ്റ് ഇൻ ഏതൻസ് ഇൻ എ മിസ്റ്റിക്കൽ ഫോറസ്റ്റ് റൂൾഡ് ബൈ ഫെയറീസ്. ഇതിൽ തീംസ് പറഞ്ഞിരിക്കുന്നത് ലവ്, മാജിക്, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇനി മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ദ റോയൽസ് ആയിട്ട് വരുന്നത് തീസിയസും ഹിപ്പോലിറ്റയാണ്. തീസിയസ് ഏതൻസിൻ്റെ ഡ്യൂക്കാണ് ആൻഡ് ഹീ ഈസ് എൻഗേജ് ടു ഹിപ്പോലിറ്റ. ദ ക്വീൻ ഓഫ് ആമസോൺസ് എൻഗേജ് ടു തീസിയസ്. അടുത്തത് ദ ലവേഴ്സാണ്. ഹെർമിയ ലൈസാൻഡർ എന്നൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ് ആൻഡ് ഷി വാണ്ട്സ് ടു മാരി ഹിം. ബട്ട് അവരുടെ ഫാദർ ഡെമട്രിയസ് എന്നൊരാളുമായിട്ട് അവരുടെ മാരേജ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ആ മാരേജ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈസാൻഡറിന് ഇഷ്ടമാണ്, പക്ഷേ ഇവരുടെ ഈ ലവ് അഫെയർ ആൾക്കാർ ഒപ്പോസ് ചെയ്തിരുന്നു. അടുത്തത് ഡെമട്രിയസിന് ഹെർമിയയാണ് ഇഷ്ടം. പക്ഷേ ഈ പ്ലേയുടെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും ഹെലനയെ ഡെമട്രിയസ് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഹെലന ഹെർമിയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൻഡ് ഷീ ലവ്സ് ഡെമട്രിയസ്. പക്ഷേ ഈ ഡെമട്രിയസ് ആക്ച്വലി ഹെലനെ ഇനീഷ്യലി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ മാരേജ് നടക്കുമെങ്കിലും ആദ്യം റിജക്റ്റ് ചെയ്യും. അടുത്തത് ദ ഫെയറീസ് ആണ്. ഫെയറീസ് ഒബ്റോൺ ആൻഡ് ടൈറ്റാനിയ. ഒബ്റോൺ ദ കിങ് ഓഫ് ഫെയറീസ് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളൊരു ഫെയറി കിങ് ആണ്. പക്ഷേ ഈ ഒരു കിങ്ങിൻ്റെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തു പോകുന്നൊരു കിങ് ആണ്. ടൈറ്റാനിയയുടെ ചില ആക്ഷൻസ് ഒബ്റോൺ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ടൈറ്റാനിയയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കണമെന്ന് ഒബ്റോൺ ഡിസൈഡ് ചെയ്യുകയും അതിന് പക്കിൻ്റെ ഹെൽപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്കാണെങ്കിൽ റോബിൻ ഗുഡ്ഫെല്ലോ എന്നാണ് ഒറിജിനൽ പേര്. ഒരു മിസ്റ്റീവിയസ് ട്രിക്സ്റ്റർ ഹു കോസസ് മച്ച് ഓഫ് ദ കൺഫ്യൂഷൻ വിത്ത് ഹിസ് മാജിക്. ഒരു മിസ്റ്റീവിയസ് ഫെയറിയാണ്, മാജിക്കൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. ടിപ്പിക്കൽ ഷേക്സ്പിയറിയൻ പ്ലേസിലെ പോലെ ഒരു മിസ്റ്റീവിയസ് ക്യാരക്ടർ. അടുത്തത് നിക്ക് ബോട്ടമാണ്. കോമിക്കൽ ആക്ടർ ട്രാൻസ്ഫോംഡ് ഇൻറ്റു ഡോങ്കി. ഈ പക്ക് ഈ നിക്ക് ബോട്ടത്തിനെ ഒരു ഡോങ്കി ഹെഡായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പറയാൻ പോകുന്നത് പ്ലോട്ട് സമ്മറിയാണ്. ആദ്യത്തേത് ദ ലവ് കോൺഫ്ലിക്റ്റ്. അപ്പം ഏതൻസിലെ കാര്യമാണ് പറയുന്നത്. ഹെർമിയയ്ക്ക് ലൈസാൻഡറിന് ഇഷ്ടമാണ്. പക്ഷേ ഹെർമിയയുടെ ഫാദർ ഡെമട്രിയസിനെ മാരി ചെയ്യാനായിട്ട് ഹെർമിയയെ ഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ഹെർമിയയും ലൈസാൻഡറും ഫോറസ്റ്റിലേക്ക് ഇലോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒളിച്ചോടാനായിട്ട് റെഡിയാവുകയാണ്. ഹെലന ഹെർമിയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ഹെലന വിചാരിക്കുകയാണ് ഹെർമിയയുടെയും ഡെമട്രിയസിൻ്റെയും മാരേജ് നടക്കരുത്. അതിനായിട്ട് ലൈസാൻഡറിനെ ഹെർമിയയെയും ഇലോപ്പ് ചെയ്യാനായിട്ട് ഹെലനയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഡെമട്രിയസിൻ്റെ ട്രസ്റ്റ് വിൻ ചെയ്യാനായിട്ട് ഹെലന ഡെമട്രിയസിനോട് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ ഡെമട്രിയസും ഹെലനയും കൂടെ ഹെർമിയയും ലൈസാൻഡറിനെയും ചേസ് ചെയ്ത് ഫോറസ്റ്റിലേക്ക് പോകുന്നു. അടുത്തത് ദ ഫെയറി കിങ്ഡം കോൺഫ്ലിക്റ്റ്. ഒബ്റോണും ടൈറ്റാനിയയും ഫെയറി റൂളേഴ്സാണ്. അവർ ഒരു ഇന്ത്യൻ ബോയിയുടെ പേരിലുള്ളൊരു ഡിസ്പ്യൂട്ടിലാണ്. അങ്ങനെ ഈ ടൈറ്റാനിയയുടെ ചില ആക്ഷൻസ് ഒബ്റോണിന് ഇഷ്ടപ്പെടാതെ വരികയും ടൈറ്റാനിയെ ഒന്ന് ട്രിക്ക് ചെയ്യണമെന്ന് ഒബ്റോൺ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനായിട്ട് ഒബ്റോണിൻ്റെ അസിസ്റ്റൻ്റായ പക്കിനോട് പറഞ്ഞിട്ട് ഒരു ഫ്ലവർ ഉപയോഗിച്ച് ഈ ടൈറ്റാനിയെ നിക്ക് ബോട്ടമായിട്ട് ലവ് അഫെയറിലാക്കാനായിട്ട് ഓർഡർ ഇടുകയാണ് ചെയ്യുന്നത്. അത് പക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്റോണിൻ്റെ ഓർഡർ പ്രകാരം ഫോറസ്റ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രണ്ട് ലവേഴ്സിനെ യുണൈറ്റ് ചെയ്യണമെന്ന് പക്ക് തീരുമാനിക്കുകയും പക്ക അതിനായിട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷേ പക്കിന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പക്കിന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ലൈസാൻഡറും ഡെമട്രിയസും ഹെലനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഹെർമിയ ഹാർട്ട് ബ്രോക്കൺ ആയി പോവുകയും ചെയ്യുന്നു. പക്കിന് മാറിപ്പോയതാണ്. അങ്ങനെ പക്ക് ഈ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യുകയും അത് ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ലൈസാൻഡർ ഹെർമിയയെ പിന്നെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ടൈറ്റാനിയ ഈ ഒരു മാജിക്കൽ സ്പെല്ലിൻ്റെ ഇൻഫ്ലുവൻസിൽ നിക്ക് ബോട്ടം അല്ലെങ്കിൽ ഡോങ്കി ഹെഡായിട്ടുള്ള നിക്ക് ബോട്ടത്തിനായിട്ട് ലവ് ഉണ്ടാവുകയും അങ്ങനെ കുറേ കുഴപ്പങ്ങളിലേക്കൊക്കെ ഈ പ്ലേ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനമായപ്പോഴത്തേക്കും ഒബ്റോൺ ടൈറ്റാനിയ ഈ സ്പെല്ലിൽ നിന്ന് ഫ്രീ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കഥയുടെ എൻഡിൽ അല്ലെങ്കിൽ പ്ലേയുടെ എൻഡിൽ തീസിയസ് ദ ഡ്യൂക്ക് ഓഫ് ഏതൻസ് ഇവരെ ഫോറസ്റ്റിൽ വെച്ച് കണ്ടുമുട്ടുകയും ഹെർമിയെ ലൈസാൻഡറുമായിട്ട് മാരി ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്.
പക്ഷേ ഡെമെട്രിയസ് ഇപ്പം ആ സ്പെല്ലിൻ്റെ കീഴിൽ ശരിക്കും ഹെലനെ ലവ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ പക്ക് റൈറ്റായിരുന്നു. പിന്നെ ഫെയറി മാജിക്ക് ഈ ഉണ്ടായ കോൺഫ്ലിക്ട്സ് എല്ലാം റിസോൾവ് ചെയ്യുകയും ഈ ലവേഴ്സ് റീയൂണൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ തീസിയസിൻ്റെയും ഹിപ്പോലിറ്റയുടെയും വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഇനിക്ബോർഡും അവൻ്റെ കോ ആക്ടേഴ്സും ഓപ്പിരാമസിൻ്റെയും തിസ്ബിയുടെയും കഥ ഒരു പ്ലേ രൂപത്തിൽ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളരെ റിഡിക്കുലസും ഹിലേരിയസും ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു. ബട്ട് ദാറ്റ് എൻഡഡ് ഓൺ എ കോമിക് നോട്ട്. ഇനി ഇതിൻ്റെ എൻഡിങ് ആൻഡ് മെസ്സേജ്, ഈ പ്ലേയുടെ എൻഡിങ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്നത്, ദ പ്ലേ സെലിബ്രേറ്റ്സ് ലവ്, ഫാൻറ്റസി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഷേക്സ്പിയർ പറയുന്നത് ലവ് ഇസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് സംടൈംസ് കൺട്രോൾഡ് ബൈ ഫെയ്ത്ത്. അത് പലപ്പോഴും ഫെയ്റ്റിൻ്റെ കൺട്രോളിലാണ്, മനുഷ്യന് മാത്രം കൈ നിൽക്കുന്നൊരു കാര്യമല്ല ലവ് എന്ന് പറയുന്നത്. ദ മിക്സ് ഓഫ് റിയാലിറ്റി ആൻഡ് ഇല്യൂഷൻ ഹൈലൈറ്റ്സ് ദ പ്ലേഫുൾ നേച്ചർ ഓഫ് ഡ്രീംസ്. ഡ്രീമിൻ്റെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് റിയാലിറ്റിയും ഇല്യൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇനി അതിൻ്റെ തീംസിലേക്ക് പോവുകയാണെങ്കിൽ, ലവ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ്. ലവ് വളരെ അൺപ്രഡിക്റ്റബിളാണ്, ചേഞ്ചബിളാണ് ആൻഡ് ഓഫൺ ഇറാഷണൽ. സെക്കൻഡ് തീം എന്ന് പറയുന്നത് ഡ്രീം വേഴ്സസ് റിയാലിറ്റി. ഈ മാജിക്കൽ ഈവൻറ്റ്സ് റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിലുള്ള ഒരു ലൈനിനെ ബ്ലർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ട്രാൻസ്ഫോർമേഷനാണ്. ക്യാരക്ടേഴ്സ് ചേഞ്ച് ഇമോഷണലി, മാജിക്കലി ആൻഡ് ഈവൻ ഫിസിക്കലി. അപ്പം ക്യാരക്ടേഴ്സിന് ഒരു ത്രൂ ഔട്ട് ദ പ്ലേ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഇമോഷണലി ആവാം, മാജിക്കലി ആവാം, ഫിസിക്കലിയും ആവാം. അടുത്തത് കോമഡി ആൻഡ് കേവോസ് ആണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സും മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റീസും ഫൂളിഷ്നെസ്സും ക്രിയേറ്റ്സ് ഹ്യൂമർ. ഒരു ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റിക്കും ഫൂളിഷ്നെസ്സിനും പറ്റുന്നു.